ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ കേരളത്തിൽ. തിരുവനന്തപുരം വലിയമല IISTയുടെ ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കുന്നു. കോഴിക്കോട് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ആരോഗ്യവകുപ്പ്. KSRTCക്ക് സംസ്ഥാന സർക്കാർ 30 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പലിനെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. യൂറോ കപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ഇന്ന് ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി തിരുവനന്തപുരത്ത് എത്തി. ഇപ്പോൾ വലിയമല IISTയിലെ 12ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കുകയാണ്. രാവിലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെയും പത്നിയെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് സ്വീകരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൊല്ലത്തേക്ക് യാത്ര തിരിക്കുന്ന ശ്രീ ജഗ്ദീപ് ധൻകർ വൈകിട്ട് അഷ്ടമുടി കായലിൽ ബോട്ട് സവാരി നടത്തും. നാളെ അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിലും നെടുമങ്ങാട് താലൂക്കിലും ഇന്ന് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 3:30 വരെയും നഗരത്തിൽ നാളെ രാവിലെ 6:30 മുതൽ 10 മണി വരെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ എത്തുന്നതുമായി ബന്ധപ്പെട്ട് കൊല്ലം നഗരത്തിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. ഹെലിപാഡുള്ള ആശ്രാമം മൈതാനവും ഇന്ന് ഉപരാഷ്ട്രപതി തങ്ങുന്ന തേവള്ളിയിലെ ഹോട്ടലും അതീവ സുരക്ഷയിലാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. അഷ്ടമുടിക്കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന ഉപരാഷ്ട്രപതിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൊല്ലം നഗരം. ഹെലിപാഡ് സ്ഥിതി ചെയ്യുന്ന ആശ്രാമ മൈതാനവും പരിസരവും പോലീസ് നിരീക്ഷണത്തിലാണ്. ഹെലിപാഡിന് സുരക്ഷിതമായ അകലത്തിൽ ബാരിക്കേഡ് കെട്ടി തിരിച്ചിട്ടുണ്ട്. ഹെലിപാഡിൽ നിന്നും ഹോട്ടലിലേക്കുള്ള ഉപരാഷ്ട്രപതിയുടെ സഞ്ചാരപഥത്തിൽ വാഹനവ്യൂഹത്തിന്റെ ട്രയൽ റൺ 2 തവണ നടത്തി. ഉപരാഷ്ട്രപതി വൈകിട്ട് കെട്ടുവള്ളത്തിൽ സഞ്ചരിച്ച് അഷ്ടമുടിക്കായലിന്റെ ദൃശ്യഭംഗി ആസ്വദിക്കും. ഹെലിപാഡിൽ നിന്നും തേവള്ളിയിലെ ഹോട്ടലിലേക്കും നാളെ രാവിലെ തിരിച്ചുമുള്ള യാത്രയുടെ സുരക്ഷ കണക്കിലെടുത്ത് കൊല്ലം നഗരത്തിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. KSRTCക്ക് സംസ്ഥാന സർക്കാർ സഹായമായി 30 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കഴിഞ്ഞ മാസം അവസാനം 20 കോടി രൂപ നൽകിയിരുന്നു. ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടക്കം കൂടാതെ വിതരണം ചെയ്യാനാണ് സർക്കാർ സഹായം ലഭ്യമാക്കുന്നത്. ഇപ്പോൾ പ്രതിമാസം 50 കോടി രൂപയെങ്കിലും കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകുന്നുണ്ട്. ഈ സർക്കാർ ഇതുവരെ 5747 കോടി രൂപ കോർപ്പറേഷന് സഹായമായി കൈമാറിക്കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സ്ഥിതി വിലയിരുത്തി. രോഗം സ്ഥിരീകരിച്ച കുട്ടി പയ്യോളി പൊതുകുളത്തിൽ കുളിച്ചതായി കണ്ടെത്തിയിരുന്നു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ച കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. പയ്യോളി കിയൂരിലെ പൊതുകുളത്തിൽ കുട്ടി കുളിച്ചിരുന്നു. തുടർന്നാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. കുളം മുനിസിപ്പൽ അധികൃതർ അടച്ചിരുന്നു. തിക്കുടി പഞ്ചായത്തിലെ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുകയും പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. വീടുകളിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ ഈ മാസം 11-നെത്തും. 12-ന് രാവിലെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കപ്പലിനെ ഔദ്യോഗികമായി സ്വീകരിക്കും. കപ്പലിനെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മന്ത്രി VN വാസവൻ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കണ്ണൂർ ധർമ്മടം വാഴയിൽ വിശ്വാസ് കൃഷ്ണന്റെ കുടുംബത്തിനുള്ള ധനസഹായം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിശ്വാസ് കൃഷ്ണന്റെ അമ്മ ഹേമലതയ്ക്ക് കൈമാറി. മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാമിന്റെ കുടുംബത്തിന് മന്ത്രി VN വാസവൻ ധനസഹായം കൈമാറി. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ ഉൾപ്പെടെ 14 ലക്ഷം രൂപയാണ് നൽകുന്നത്. എറണാകുളം എടവനക്കാട് കടൽക്ഷോഭത്തെ തുടർന്ന് വീടുകൾ തകർന്ന പ്രദേശം പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഹൈബി ഈഡൻ MP എന്നിവർ സന്ദർശിച്ചു. തീരപ്രദേശത്തെ സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർണമാണെന്നും ഫിഷറീസ് വകുപ്പ് പ്രഖ്യാപിച്ച പാക്കേജുകൾ ഫലപ്രദമായി നടപ്പാക്കിയില്ലെന്നും ശ്രീ VD സതീശൻ പറഞ്ഞു. ചെല്ലാനത്ത് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ നേരിടുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സംസ്ഥാനത്തെ ആദ്യ പീഡിയാട്രിക് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നു. 5 വയസ്സുള്ള കുഞ്ഞിനാണ് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. സർജിക്കൽ ഗ്യാസ്ട്രോ വിഭാഗം മേധാവി ഡോക്ടർ RS സിന്ധുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത്.
അതിസങ്കീർണമായ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ സിന്ധുവിനെയും ടീം അംഗങ്ങളെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണത അഭിയാൻ പരിപാടിക്ക് വയനാട് ജില്ലയിലെ മാനന്തവാടി ബ്ലോക്കിൽ തുടക്കം. പാലക്കാട് ജില്ലയിലെ ആദിവാസി മേഖലയായ അഗളി ബ്ലോക്കിലും ഇടുക്കിയിലെ അഴുത ബ്ലോക്കിലും ഇന്ന് സമ്പൂർണത അഭിയാന്റെ ഭാഗമായുള്ള പരിപാടികൾ നടക്കുകയാണ്. കേന്ദ്രം നടപ്പാക്കുന്ന അഭിലാഷ ജില്ല, അഭിലാഷ ബ്ലോക്ക് പദ്ധതികളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമിട്ടാണ് രാജ്യത്ത് സമ്പൂർണത അഭിയാൻ നടപ്പാക്കുന്നത്. രാജ്യത്ത് മൊബൈൽ താരിഫ് വർധനയുമായി ബന്ധപ്പെട്ട് അടുത്തിടെയുണ്ടായ വ്യാജ വാർത്തകളോട് പ്രതികരിച്ച് കേന്ദ്ര കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം. നിലവിലെ മൊബൈൽ സേവന രംഗം പ്രവർത്തിക്കുന്നത് 3 സ്വകാര്യ മേഖലാ കമ്പനികളുടെയും ഒരു പൊതുമേഖലാ കമ്പനിയുടെയും വിപണിയിലൂടെയാണെന്ന് മന്ത്രാലയം അറിയിച്ചു. ട്രായ് വിജ്ഞാപന പ്രകാരം വരിക്കാർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കുകളിലാണ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ പങ്കെടുക്കുന്ന പള്ളിയോടങ്ങളിൽ പാടാറുള്ള ആറന്മുള ശൈലിയിലെ വഞ്ചിപ്പാട്ട് പഠനകളരി ഈ മാസം 13, 14, 16 തീയതികളിലായി നടക്കും. ഓഗസ്റ്റ് 26-നാണ് അഷ്ടമിരോഹിണി വള്ളസദ്യ. ആറന്മുള വള്ളംകളി സെപ്റ്റംബർ 18-നും നടക്കും. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആറന്മുള ശൈലിയിലെ വഞ്ചിപ്പാട്ടുകൾ പുതിയ തലമുറയെ അഭ്യസിപ്പിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വഞ്ചിപ്പാട്ട് പഠന കളരിയാണ് ഈ മാസം 13, 14, 16 തീയതികളിലായി നടക്കുന്നത്. ആറന്മുള പള്ളിയോട സേവാ സംഘവും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന പഠന കളരിയിൽ പമ്പയുടെ ഇരുകരകളിലായി 52 പള്ളിയോടക്കരകളിലെ 3 മേഖലകളിലായി തിരിച്ചാണ് പ്രത്യേക ക്ലാസുകൾ നടത്തുന്നത്. ഓരോ കരയിൽ നിന്നും കുറഞ്ഞത് 10 കുട്ടികളെ വീതം കളരിയിൽ പഠിപ്പിക്കും. ആറന്മുള ശൈലിയിലുള്ള വഞ്ചിപ്പാട്ടാലാപനം ഒരു ഒറ്റയാൾ പ്രകടനമല്ല, മറിച്ച് ഒരു സംഘം ആളുകൾ ഒന്നിച്ച് ആലാപനം ചെയ്യുന്ന ഒരു കൂട്ടായ്മയുടെ പ്രതീകമാണ്. പഠനകളരിയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ വഞ്ചിപ്പാട്ട് സമർപ്പണം 16-ന് രാവിലെ ആറന്മുള ക്ഷേത്രത്തിൽ നടത്തും. സ്വച്ഛതാ പഖ്വാഡ ക്യാമ്പയിന്റെ ഭാഗമായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് കോഴിക്കോട് സിൽവർ ഹിൽസ് സ്കൂളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. MLA തോട്ടത്തിൽ രവീന്ദ്രൻ, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വൈകിട്ട് 4:30-ന് സിംബാബ്വെയിലെ ഹരാരെയിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ടീമിൽ മലയാളി താരം സഞ്ജു സാംസൺ, ശിവം ദുബെ, യശ്വസി ജയ്സ്വാൾ എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂറോ കപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡിനെ നേരിടും. രാത്രി 12:30-ന് നടക്കുന്ന മത്സരത്തിൽ നെതർലാൻഡ്സ് തുർക്കിയെയുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ പോർച്ചുഗലിനെ അട്ടിമറിച്ച് ഫ്രാൻസ് സെമിയിൽ പ്രവേശിച്ചു. പോർച്ചുഗീസ് താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാന യൂറോ കപ്പ് മത്സരമായിരുന്നു ഇത്. ബുധനാഴ്ച നടക്കുന്ന ആദ്യ സെമി മത്സരത്തിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 6765 രൂപയും പവന് 520 രൂപ വർദ്ധിച്ച് 54,120 രൂപയുമാണ് ഇന്നത്തെ വില. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളത്തിലെ റേഷൻ വ്യാപാരികൾ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 8, 9 തീയതികളിൽ സംസ്ഥാന വ്യാപകമായി നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ള സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ ആവശ്യപ്പെട്ടു. വേതന പാക്കേജ് പരിഷ്കരിക്കുക, KTPDS ഓർഡറിൽ കാലോചിതമായ മാറ്റം വരുത്തുക എന്നീ ആവശ്യങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിച്ചു വരികയാണ്. കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റിന്റെ കമ്മീഷൻ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന മുറയ്ക്ക് പൂർണ്ണമായും കൊടുത്തു തീർക്കും. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാനുള്ള അവസരം നിഷേധിക്കുന്ന കട അടച്ചിട്ടുള്ള സമര പരിപാടികളിൽ നിന്നും റേഷൻ വ്യാപാരികൾ പിന്മാറണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള മുന്നൊരുക്ക നടപടികൾ അതത് വകുപ്പുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ കേരളത്തിൽ. തിരുവനന്തപുരം വലിയമല IISTയുടെ ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കുന്നു. കോഴിക്കോട് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ആരോഗ്യവകുപ്പ്. KSRTCക്ക് സംസ്ഥാന സർക്കാർ 30 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പലിനെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. യൂറോ കപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ഇന്ന് ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.